ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ നൊവേനയുടെ 2ാം ദിവസമാണിന്ന്. സിസ്റ്ററിൻ്റെ ധ്യാനമായതുകൊണ്ട്, തിരക്കായതുകൊണ്ട് നിങ്ങളോട് ഒരുമിച്ച് പകലായിരിക്കാനായിട്ട് സാധിച്ചില്ല. പറഞ്ഞ സമയത്ത് എനിക്ക് ചേരാനായിട്ട് പറ്റിയില്ല. നല്ല ഒരു തിരക്കായിരുന്നു. എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം നന്ദി. ഇവിടുത്തെ ധ്യാനം ഈശോയുടെ കൃപയാൽ ഒരുപാട് ബ്ലെസ്സിങ് ആയിട്ട് പോയി. താങ്ക് യു സോ മച്ച് ഫോർ എല്ലാ പ്രാർത്ഥനകൾക്ക് നന്ദി. നമ്മൾ ഒരുപാട് നേരം പ്രാർത്ഥിക്കാനായിട്ട് സമയമില്ല. പക്ഷെ നമുക്ക് നമ്മുടെ നൊവേന മുടക്കാതെ ചെല്ലണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു കൃപാവരങ്ങൾ നമ്മൾ ഒരുമിച്ചിരുന്നാണല്ലോ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കും. വലിയ ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ജർമ്മൻ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ശുശ്രൂഷ ചെയ്തത്. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഒരുപാട് സാക്ഷ്യങ്ങൾ ഒരു ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയും. ഒത്തിരി സാക്ഷ്യങ്ങൾ അവർ ഓരോന്നും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രസൻസ് ഞാൻ ശരിക്കും അനുഭവിച്ച ദിവസമാണിന്ന്. ഇന്ന് ശരിക്കും ദൈവം ജീവിക്കുന്നു എന്ന് ദൈവം എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന ഒരു ദിവസം എന്ന് ഞാനതിനെ പറയും. കാരണം അത്ര മാത്രമായിരുന്നു എനിക്ക് ദൈവത്തിൻ്റെ ആ ഒരു കൃപാവരങ്ങൾ എനിക്ക് അനുഭവിക്കാനായിട്ട് പറ്റിയത്. ഈശോയെ നന്ദി. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമാണിത്. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. അതിന് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാവരങ്ങൾ കൊണ്ട് ഞങ്ങളെ ധന്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആദ്യമായിട്ട് നിങ്ങളെല്ലാവരും ഓർക്കുന്നു കേട്ടോ. ഞാൻ ഒത്തിരി സമയം പോയതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ വിശ്വസ്തതയുടെ സ്നേഹത്തിൻ്റെ ആത്മീയ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ ഭൂമുഖത്തെ അവിടുന്ന് നവീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തലമുറകളെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ ഇടപെടലിന് വേണ്ടി ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. കർത്താവെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവെ കരുണയായിരിക്കണമേ. പിതാവെ, അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുന്ന് ആത്മാവിൻ്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ. അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ. അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയാനും നല്ലത് രുചിച്ചറിയാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിൻ്റെ പരിമളം അനുഭവിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. സെഗ്യനൂട്ടുശാലിയ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ലീഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവെ, ഞങ്ങൾക്ക് ആഴമുള്ള ദൈവാനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ നൽകണമേ. ഓ പരിശുദ്ധ മാതാവേ, എൻ്റെ അമ്മേ, ഞാൻ പാപവഴികൾ ഉപേക്ഷിക്കുന്നതിനും ഈശോയുടെ വലിയ രക്തം ശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാന ഫലങ്ങൾ നിറയപ്പെടുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ. പാപത്താൽ കഠിനമാക്കപ്പെട്ട ഹൃദയം എടുത്തുമാറ്റി എസെക്കിയേൽ പ്രവാചകൻ വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട പുതിയ ഹൃദയം തരണമേ. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും. ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസന ഹൃദയം ഞാൻ കൊടുക്കും. അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. പരിശുദ്ധിയും സ്നേഹനിധിയുമായ എൻ്റെ അമ്മയെ, പരിശുദ്ധാത്മ സ്നേഹത്താൽ നിറഞ്ഞ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കാനായി അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നൊവേനയുടെ 2ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2ാം ദിവസം നമുക്ക് വായിക്കാനുള്ള വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 7ാം അധ്യായമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 7ാം അധ്യായം 37 മുതലുള്ള വചനങ്ങളാണ്. നമുക്കറിയാം, ഈശോ തിരുനാളിൻ്റെ മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച വചനം 37 മുതലുള്ള വചനങ്ങൾ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവർ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ഗന്ധം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്ന് പറഞ്ഞത് തന്നെ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. കർത്താവെ,
അങ്ങയുടെ സന്നിധിയിലേക്ക് ഇന്ന് ഈ ലൈവിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഒത്തിരി സ്നേഹത്തോടെ സമർപ്പിക്കുക. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടുവാൻ, ഈശോയുടെ നാമത്തിൽ എല്ലാ കുടുംബങ്ങളും ബ്ലസ് ചെയ്യപ്പെടുവാൻ കർത്താവെ അവിടുന്ന് എല്ലാ കുടുംബങ്ങളെ ആശീർവദിക്കണേ കർത്താവെ. ഓരോരുത്തരെയും പേരുപേരായി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്താൽ അത് വലിയ ഉപകാരമായിരുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന നിങ്ങൾക്കറിയാം, ഞാൻ ഇന്ന് ഒത്തിരി സമയം തെറ്റിയാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവിക രഹസ്യം ജ്ഞാനികളിൽ നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അറിയുന്നവ മനസ്സിലാക്കാനുള്ള കൃപ പകരുന്നത് പരിശുദ്ധാത്മാവാണ്. നാം അറിയുന്ന വിശ്വാസ സത്യങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് അവയെ രുചിച്ചറിയാനാവുന്നത്. വെളിപ്പെട്ട് കിട്ടുന്ന ദൈവിക രഹസ്യങ്ങൾ ഉള്ളിൽ സ്വീകരിച്ച് സ്വന്തമാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പുതുതാക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ജീവജലത്തിന്റെ അരിവുകൾ ഒഴുകും നരളി കർത്താവായ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. ദൈവമേ, വചനമായി അങ്ങ് ഞങ്ങളുടെ ഇടയിൽ മാംസം ധരിച്ചതുപോലെ ഞങ്ങളിലും ഹൃദയത്തെ സ്വീകരിക്കുന്ന ദൈവവചനം ജീവിതത്തിൽ മാംസം ധരിക്കാനായി പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളിൽ ചൊരിഞ്ഞ എല്ലാ പുണ്യങ്ങളാലും കഴിവുകളാലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും അതുവഴി ദൈവമഹത്വം ഉണ്ടാകുവാനുമായി പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ, ശാസ്ത്രീയമായും സാങ്കേതികമായും അങ്ങ് നൽകുന്ന എല്ലാ അറിവുകളും നന്മയ്ക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുന്നതിനായി പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. എല്ലാ ജീസസ് യൂത്ത് പ്രാർത്ഥനാ ഗ്രൂപ്പുകളും സെൽ ഗ്രൂപ്പുകളും കർത്താവെ അനേകർക്ക് ധൈര്യം പകരുന്ന ഒന്നായിട്ട് മാറുവാൻ പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തോട് നമ്മുടെ ജീവിതങ്ങൾ ഒരിക്കൽ കൂടി സമർപ്പിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, പരിശുദ്ധാത്മ ഫലമായ ആനന്ദത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. എപ്പോഴും സന്തോഷത്തോടെ കഴിയാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പുഞ്ചിരിയോടെ നേരിടാനും ഞങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളിലെല്ലാം നന്മയുടെ വശം കണ്ടെത്താനും അങ്ങേക്ക് നന്ദി പറയാനും ഞങ്ങൾക്കാകട്ടെ. ഞെരുക്കങ്ങളിൽ പിറുപിറുത്തും പരാതി പറഞ്ഞും ഞങ്ങളിലെ പ്രത്യാശ നഷ്ടപ്പെടാതെ കാക്കണമേ. എല്ലായ്പ്പോഴും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പൂർണ്ണ മനസ്സോടെ പറയാൻ ഞങ്ങളെ കഴിവുള്ളവരാക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെയും ഫലമേൽപ്പിക്കാം. നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ നിയോഗം എഴുതിയിടുക. നിങ്ങളെല്ലാവരും ഓർത്ത് കുറച്ച് സമയം പ്രാർത്ഥിച്ചു. ബിനു അഗസ്റ്റിനെ, അഞ്ജു ജോസഫിനെ, റെജി ബെന്നിയെ, സോളി കുര്യനെ, അവിടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണേ. കർത്താവെ, മക്കളെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ മറ്റുള്ളവർ കൂടി നമ്മുടെ ഈ നൊവേനയിൽ പങ്കെടുക്കാനായിട്ട് പറ്റും. ഈശോയെ എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും വിശുദ്ധീകരിക്കണേ. കർത്താവെ, തലമുറകളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വീണ്ടെടുക്കട്ടെ, ഞങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. റെയ്ബി പോളിനെ, ജിജി ജെയിംസ് സിജുവിനെ, ജീന മറിയത്തെ, സജി ദേവസ്യായെ, റൂബി പോളിനെ സമർപ്പിക്കുന്നു. ഡയാന ജോജിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ശുശ്രൂഷയെ ഓർത്ത് നന്ദി പറഞ്ഞ് ശീതൾ സണ്ണിയെ സമർപ്പിക്കുന്നു. ലിജന പ്രവീണിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ മക്കളെയും വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിനുവിനെ, മാത്തച്ഛനെയും കുടുംബത്തെ, മനോജനെ, ജെസിയെയും കുടുംബത്തെ, ഷാലി ചേച്ചി തോംസിയേട്ടനെ കുടുംബത്തെ, സമടി ചേച്ചിയും കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മണി വർഗീസിനെ, ഡോണ അനൂപിനെ, കർത്താവെ റോസ് ലില്ലിയെ, മിനി മാത്തച്ഛനെ, കർത്താവെ മനീഷിനെ, ദീപാത്ത് ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. റോസ് ലില്ലിയെ സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാ തലമുറകളെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണേ. ഈശോയെ, കണ്ടുമുട്ടി ഓരോ മക്കളെയും വിശുദ്ധീകരിക്കണേ. കർത്താവെ, രോഗസൗഖ്യങ്ങൾ കൊടുക്കണേ. അപ്പ പ്രിൻസ് ടോമിയെ സമർപ്പിക്കുന്നു. ആഷ ജോയിയെ സമർപ്പിക്കുന്നു. സിൽവി ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഇറങ്ങി വരണേ. തലമുറകളെ വിശുദ്ധീകരിക്കണമേ. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും പരിശുദ്ധാത്മാവിന് വലിയ നിറവുണ്ടാവട്ടെ. ആത്മാവിൻ്റെ വലിയ നിറവ്, വലിയ കൃപാവരങ്ങളുടെ ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആത്മാവേ, പരിശുദ്ധാത്മാവെ വന്ന് വസിക്കണേ. ആത്മാവേ, പരിശുദ്ധാത്മാവെ അങ്ങ് വന്ന് വസിക്കണമേ. അങ്ങയോട് കൂടെ ആയിരിക്കാനുള്ള കൃപയാ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നോബിയെ, കർത്താവെ, അനിറ്റ തോമസിനെ, ഉദയകുമാറിനെ സമർപ്പിക്കുന്നു. മനോജ് കുഞ്ഞുമോനെ സമർപ്പിക്കുന്നു. ഡെൽബ കേബിയെ സമർപ്പിക്കുന്നു. ഈശോയെ, ചേച്ചി വലിയേട്ടനെ മക്കളെ, ചേച്ചി വിച്ചേട്ടനെ കുഞ്ഞുങ്ങളെ, ലിഷ്യ റിജോയ് കുഞ്ഞുങ്ങളെ, കർത്താവ് ചേച്ചി ലാലിയേട്ടനെ സമർപ്പിക്കുന്നു. ജോബി മാത്യുവിനെ, രഞ്ജിനി ജോഷിയെ സമർപ്പിക്കുന്നു. റാണി ജോർജിനെ,
ബീനാമോൾ തോമസിനെ ഈശോയെ, ജോസഫ് മേലെപ്പറമ്പിലെ സമർപ്പിക്കുന്നു, ആശാ ജോയിയെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, ആത്മാവ് നിങ്ങളോട് ആവശ്യപ്പെടുന്നെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കർത്താവെ, ആശാ ജോയിയെ, ഷൈനി ജോജോയെ സമർപ്പിക്കുന്നു. കർത്താവെ, ലിസി വിൻസെന്റ് അനൂപിന്റെ മേൽ കർത്താവെ എല്ലാ കൃപാവരങ്ങളും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, വിശുദ്ധീകരിക്കണമേ. വലിയ കൃപാവരങ്ങൾ ജെസ്സി ജോസഫിനെ സമർപ്പിക്കുന്നു. കർത്താവെ, ഷാചേട്ടനെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണേ. കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വന്ന് നിറയട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾ വന്ന് നിറയട്ടെ. ജെസ്സി ജോസഫിനെ, പ്രിയ സ്റ്റാൻലിയെ, കർത്താവെ, ബീന സക്കറിയായി, വിൻസി ഷോജിയെ സമർപ്പിക്കുന്നു. കർത്താവെ, മകളെ സമർപ്പിച്ചു. പ്രശാന്ത് വടശ്ശേരിയെ കുടുംബത്തെ സമർപ്പിക്കുന്നു. പ്രിയ സ്റ്റാൻലിയെ സമർപ്പിക്കുന്നു. കർത്താവെ, ആശ പ്രിൻസിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഷൈനി ജോജോയെ സമർപ്പിക്കുന്നു. കർത്താവെ, തിരുവമ്പി സമർപ്പിക്കുന്നു. കർത്താവെ, ജിനി മോസ്കറിയായെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ വിശുദ്ധീകരിക്കണം. കർത്താവെ, എല്ലാ മക്കളെ, തലമുറകളെ, ജോബിൻ ചോയെ, ഈശോ ജീവൻ ജിൻസിനെ അനുഗ്രഹിക്കണം. കർത്താവെ, എല്ലാ മക്കളെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ലവ് യു പരിശുദ്ധാത്മാവെ. എല്ലാ മക്കളെ ഏറ്റെടുക്കണമേ. നോയൽ ജോർജിനെ, കർത്താവെ, സഭയെ, സഭാപിതാക്കന്മാരെ, കർത്താവെ, വൈദികരെ, സന്യസ്തരെ, കർത്താവെ, എല്ലാ എതിർപ്പിന്റെ ചിന്തകളെ കർത്താവെ അവിടുന്ന് ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു, കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഷാബാരി കബറുക്കൊപ്പ പലുബല് വലിയ ബിരുത്ത് പൊരുബരി. കർത്താവെ കൂടെ വസിച്ചതോർത്ത്, കർത്താവെ കൂടെ വസിച്ചതോർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജിം റോബർട്ട് കൊറിയായെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണേ. കർത്താവെ മഹേശ്വയെ അനുഗ്രഹിക്കണമേ. റൊണാൾഡിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ജോസഫ് ജോർജ് ഷാജുവിനെ സമർപ്പിക്കുന്നു. കർത്താവെ കുടുംബങ്ങളെല്ലാം വിശുദ്ധീകരിക്കണം. ആഗ്രഹിച്ച് പരിശുദ്ധാത്മ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിപിൻ വർഗീസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ എല്ലാ മക്കളിലേക്ക് വന്നു നിറയും. എബി മാത്യുവിനെ സമർപ്പിക്കും. ബർക്കുമാസ് ജോണിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അക്ഷയിന അലക്സിനെ സമർപ്പിക്കും. അഭിഷേകം നിറയ്ക്കണേ പരിശുദ്ധാത്മാവെ. സോദി ജോസിനെ സമർപ്പിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധാത്മാവെ വിപിൻ വർഗീസിനെ സമർപ്പിക്കും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എല്ലാ മക്കളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. വലിയ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകാം. വലിയ ദൈവകൃപ നിറയപ്പെടാൻ ഈശോയേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജോർജ് ജോസഫിനെ സമർപ്പിക്കുന്നു. എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണേ പരിശുദ്ധാത്മാവേ. തലമുറകളെ വിശുദ്ധീകരിക്കണേ പരിശുദ്ധാത്മാവേ. എല്ലാ മക്കളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ വ്യക്തികളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൽ വലിയ വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അനിത രാജിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പിങ്കി തോംസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തോമസ് എബ്രഹാമിനെ സമർപ്പിക്കുന്ന കർത്താവേ, ഈശോയെ അനുഗ്രഹിക്കുന്നു. ദൈവമേ, അഗ്നി അയക്കണമേ. ഏലീഷായുടെ ദൈവമേ, ശക്തി അയക്കണമേ. റീന ജോസഫിനെ സമർപ്പിക്കുന്ന കർത്താവേ, അയക്കണമേ. ഏലീഷായുടെ ദൈവമേ, ശക്തി അയക്കണമേ. അമ്മണി വർഗീസിനെ സമർപ്പിക്കും. ദൈവമേ, എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ, എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണം കർത്താവേ. മഞ്ജു സെബാസ്റ്റ്യനെ സമർപ്പിക്കും. ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ, എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവെ എല്ലാ മക്കളെയും വിശുദ്ധീകരിക്കണേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവെ, അവിടുന്ന് കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണേ പരിശുദ്ധാത്മാവേ. അവിടുന്ന് തലമുറകളെ വിശുദ്ധീകരിക്കണേ പരിശുദ്ധാത്മാവേ. എല്ലാ ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, മക്കളില്ലാത്ത ദമ്പതികളെ കർത്താവെ ഏറ്റെടുക്കണം. അമ്മു ജോർജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, ആരാധന. സജി രഹസ്യായ കുരിയാച്ചൻ സെബാസ്റ്റ്യനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. സ്ത്രീകന്മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ.
അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണം കർത്താവെ. കുര്യാച്ചനെ സമർപ്പിക്കുന്നു, അഖില റോബിനെ സമർപ്പിക്കുന്നു, നാൻസി ജെയ്സനെ സമർപ്പിക്കുന്നു. ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, ശക്തിയാൽ എന്നെ നിറയണമേ കർത്താവെ. രോഗികളെല്ലാം സൗഖ്യപ്പെടുത്തണേ കർത്താവെ, നിറയണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണം. ഈശോയെ ലിബി മാത്യുവിനെ, സിനി ഫ്രാൻസിസിനെ, ജോമാ ജോയിയെ സമർപ്പിക്കുന്നു. മാവേ എന്നെ നീ തീയായി മാറ്റണമേ കർത്താവെ. സോമിനിയെ സമർപ്പിക്കുന്ന കർത്താവെ, സോനു പായിപ്പാടിനെ സമർപ്പിക്കുന്ന കർത്താവെ. മാവേ എന്നെ നീ തീയായി മാറ്റണമേ കർത്താവെ. ടോബി സ്റ്റാൻസിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി ഈശോയുടെ കരങ്ങളിലൂടെ സമർപ്പിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് നമ്മളെ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ സ്വിറ്റ്സർലൻഡിലാണ്. ജർമ്മൻ കമ്മ്യൂണിറ്റിക്കുള്ള ധ്യാനമായിരുന്നു. ധ്യാനം കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ താമസിച്ചാണ് ചെയ്തത്. പറ്റുമെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക. നാളെ മോർണിംഗിൽ എപ്പോഴെങ്കിലും ലൈവ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇല്ലെങ്കിൽ തിരിച്ച് UK ചെന്നതിന് ശേഷമായിരിക്കും. പറ്റുന്നത് പോലെ നമ്മളിത് ചെയ്യും. വേനയിൽ നിങ്ങൾക്കൊരു സമയം പോലെ പങ്കെടുക്കുക. ഇപ്പോൾ നമ്മുടെ സൂമിൽ മധ്യസ്ഥ പ്രാർത്ഥനയും ശുശ്രൂഷയെല്ലാം പരിശുദ്ധ ഒരുക്ക് ധ്യാനത്തിൻ്റെ ആരംഭിക്കാൻ പോവുകയാണ്. ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് സൂം ID ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളതിൽ കയറി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവാ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർത്തതിന് പ്രത്യേകം നന്ദി. ഒത്തിരി ഒരുപാട് ബ്ലെസ്സിങ് എന്ന് വരും ദിവസങ്ങൾ നിങ്ങളോട് എൻ്റെ സാക്ഷ്യങ്ങൾ ഒക്കെ ഞാൻ പറയുന്നതായിരിക്കും. ഒത്തിരി എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈശോ ഇന്ന് കൂടെ ഉണ്ടെന്ന് എനിക്കൊരു ഭയങ്കര ഈശോ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. ശുശ്രൂഷകളെല്ലാം ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒന്നും നമ്മുടെ സ്വന്തമല്ലെന്നും എനിക്കറിയാം. എന്നാൽ ദൈവം കൂടെ നിന്ന് ഞാൻ ഒപ്പം ഉണ്ടെന്ന് ലോകജനത്തിൻ്റെ മുമ്പിൽ അടയാളത്തോടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ റിയലി ഹാപ്പി. ഒന്നിനും യോഗ്യതയില്ലാത്തത് കൊണ്ട് ചില സമയങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കണ്ണു നിറഞ്ഞ് കരഞ്ഞു. കാരണം അത്രയും വലിയ ജർമ്മൻ കമ്മ്യൂണിറ്റിയുടെ മുൻപിൽ അവിടുത്തെ ജർമ്മൻ വികാരി അച്ഛൻ എന്നെക്കുറിച്ച് പറഞ്ഞ് എനിക്ക് നന്ദി പറഞ്ഞ് എൻ്റെ പേരൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ പോലെ ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയണമെന്നൊക്കെ പറഞ്ഞപ്പോൾ യോഗ്യതയൊന്നും ഇല്ലെങ്കിൽ പോലും ദൈവം തന്ന ആ വലിയ ബ്ലെസ്സിങ്ങിനെ ഓർത്ത് ഞാൻ ആ കുർബാനയിൽ നിന്ന് കരയുമായിരുന്നു. യോഗ്യതകളൊന്നുമില്ലാത്ത നമ്മുടെ ജീവിതങ്ങളെ, എവിടെയോ കിടന്ന നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് വേണ്ടി ചേർത്ത് പിടിക്കുമ്പോൾ ഉയർത്തുന്ന വലിയ കരുതൽ, അതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ സ്വന്തമായിട്ടുള്ളൂ. ഒരു പക്ഷേ ഒരു 10,000 പൗണ്ട് കയ്യിലിരുന്നാലും ഈ സന്തോഷം ഉണ്ടാവില്ല. എന്നാൽ ഈശോയുടെ പേരിൽ ഈശോ നമ്മളെ ഉയർത്തുമ്പോൾ ഉണ്ടാകുന്നൊരു ആനന്ദമുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ, മറ്റ് ജനതകളുടെ മുമ്പിൽ, മറ്റ് ഭാഷക്കാരുടെ മുമ്പിൽ ഈശോ നമ്മളെ ഉയർത്തുമ്പം ഈശോയുടെ കരുണ ഒത്തിരി വലുതാണ്. സത്യത്തിൽ ചങ്ക് പൊട്ടി കരയാൻ എനിക്ക് തോന്നുന്നത് അത് സങ്കടം കൊണ്ടല്ല, മറിച്ച് ഈശോ ചെയ്യുന്ന അനന്തമായ കരുണയോർത്ത്, സ്നേഹമോർത്ത് ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പരിശുദ്ധാത്മാ പ്രേരിപ്പിക്കുന്ന നിങ്ങളുടെ ലൈവ് ലേറ്റ് ആയതുകൊണ്ട് ഇതൊന്ന് ഷെയർ ചെയ്താൽ ഒത്തിരി നന്നായിരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇവിടെ ഇപ്പോൾ ലൈവ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാളെ കഴിഞ്ഞ് തൊട്ട് നമ്മൾ വിശദമായിട്ട് പ്രാർത്ഥിക്കും. നാളെ വൈകിട്ടാണ് ഫ്ലൈറ്റ്. വൈകിട്ട് ഞാൻ നമ്മുടെ ലൈവ് ടൈമിലാണ്. അപ്പോൾ അതുകൊണ്ട് മോർണിംഗിൽ കുറേ കൗൺസിലിംഗ് ഉണ്ട്. ചെറുപ്പക്കാർ ഒത്തിരി പേര് കാണാൻ ചോദിച്ചിട്ടുണ്ട്. സമയം കിട്ടുവാണെങ്കിൽ ലൈവിൽ നേരത്തെ വരും, ഇല്ലെങ്കിൽ ഞാൻ പിന്നീടായിരിക്കും വരുന്നത്. നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളിൽ, നമ്മുടെ കുടുംബത്തിലെല്ലാം നിറയാൻ പ്രാർത്ഥിക്കണം. നിങ്ങളൊന്ന് ഷെയർ ചെയ്യാവോ? നിങ്ങൾ ഇത്രയും പേരില്ലേ, ഒന്ന് ഷെയർ ചെയ്താൽ നമുക്കത് മറ്റുള്ളവർക്ക് കൂടി ഈ സമയത്ത് അത് പങ്കെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഷെയർ ചെയ്യാത്തവരോട് ഒന്ന് ഷെയർ ചെയ്യാവോ എന്ന് ഞാൻ ചോദിച്ചത്. ഇനി പൗലോസിനെയും തങ്കത്തെയും ജോസി റേച്ചലിനെ ഷിബു ദിവാകരനെ സാൻജോ ജോസിനെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ ഇന്നും ജീവിക്കുന്നു. ഈശോ ഇന്നും കൂടെയുണ്ട്. പരിശുദ്ധാത്മാ നമ്മളിലുണ്ട്. ആ ദൈവത്തിന് നന്ദി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.